കർത്താവിൻ്റെ മനോഹരമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കാം, ദൈവത്തിൻ്റെ വചനങ്ങൾ ശ്രവിക്കാം, കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം, സ്തുതിക്കാം. കാരണം അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. അവൻ ഇനിയും വരാമെന്ന് നമ്മളോട് സംസാരിച്ചവൻ, നമ്മളെ ബലപ്പെടുത്തുന്നവൻ. അവിടെ സ്ഥലമുണ്ട്, അവൻ പോയിരിക്കുന്ന സ്ഥലത്ത്, അവൻ ഇരിക്കുന്ന സ്ഥലത്ത് നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ പോയവൻ, വീണ്ടും വന്ന് നമ്മളെ വിളിക്കാമെന്ന് പറഞ്ഞവൻ, ഇനിയും നമ്മളെ കാണുവാൻ വരാം എന്ന് പറഞ്ഞിരിക്കുന്ന സ്വർഗത്തിലെ പരിശുദ്ധനായ ദൈവം എന്നും നമുക്ക് ആഹാരവും വസ്ത്രവും പാർപ്പിടവും അനുഗ്രഹങ്ങളും നന്മകളും തരുന്ന ആ വലിയ ദൈവത്തിൻ്റെ മുമ്പിൽ, ആ സൃഷ്ടിതാവിൻ്റെ മുമ്പിൽ നമുക്ക് ആ പാദങ്ങളിൽ നമുക്ക് ശരണമർപ്പിക്കാം. ആ പരിശുദ്ധനായ ദൈവം ഇന്ന് നിങ്ങളെ സഹായിക്കട്ടെ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവം അപ്രകാരം നമ്മുടെ ജീവിതത്തിലും മറ്റു പല മനുഷ്യരുടെ ജീവിതത്തിലും, പ്രവാചകന്മാരിലും അതുപോലെ അപ്പോസ്തലന്മാരിലും ഒക്കെ ഉണ്ടായതായ പരീക്ഷണങ്ങളെ വിജയിപ്പാൻ തക്കവണ്ണം സഹായിക്കുന്ന പരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് കുമ്പിടാം. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ കർത്താവേ, അവിടുത്തെ സന്നിധിയിൽ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് ഞങ്ങളെ പഠിപ്പിച്ച ദൈവമേ, പരീക്ഷയിൽ അങ്ങ് കൂടെ ഇരിക്കുമെന്ന് കൽപ്പിച്ച ദൈവമേ, ഇന്ന് ഈ സമയം പ്രിയ ജനങ്ങളോടൊത്ത് അവിടുത്തെ നാമത്തെ കീർത്തിപ്പാൻ ഇടവരുത്തിയതിനായി സ്തോത്രം. മാനവും മഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതായ വലിയൊരു സത്യം, ദൈവത്താൽ നമുക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അതിനെ അതിജീവിപ്പാൻ തക്കവണ്ണം ദൈവം അനുവദിക്കപ്പെടുന്നതായ സമയങ്ങളെ നാം സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും കൂടി ദൈവസന്നിധിയിൽ സമർപ്പണത്തോടെ ആയിരിക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ എല്ലാവിധമാകുന്ന പരീക്ഷണങ്ങളെയും പ്രതിസന്ധികളെയും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മൾ ഒരു കാര്യം ഓർക്കണം, സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. ലൂസിഫറും ദൈവവുമായിട്ടുള്ള യുദ്ധം അവിടെ ഉണ്ടായി. പുത്രനുമായിട്ടുള്ള യുദ്ധമുണ്ടായപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ദൈവമായിട്ടുള്ള ആ പിശാചിൻ്റെ യുദ്ധം അവിടെ തുടങ്ങുകയാണ്. അവിടെ തുടങ്ങിയപ്പോൾ അവൻ്റെ ഹൃദയം അഹങ്കരിച്ചുകൊണ്ട് ആ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ എല്ലാ തരത്തിലുമുള്ളതായ ശത്രുതയും ആരംഭിച്ചതായ സാത്താൻ ഇന്നും മനുഷ്യരുടെ ഇടയിൽ അവൻ എന്തുകൊണ്ട് തെറ്റിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും. അത് നാം മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ അതിമഹത്തായ വചനങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് പരീക്ഷണങ്ങളെ, അവൻ കൊണ്ടിടുന്ന പരീക്ഷണങ്ങളെ ദൈവം അനുവദിക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷ നേടുവാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് നല്ലതെന്ന് മനസ്സിലാക്കി നാം മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. ആവർത്തന പുസ്തകം 31 അധ്യായം 6 വാക്യം പറയുന്നത്, ബലവും ധൈര്യവും ഉള്ളവരായിരിപ്പിൻ. ബലവും ധൈര്യവും ഉള്ളവരായിരിപ്പിൻ. ഇത് മനുഷ്യൻ്റേതുള്ളതല്ല, ഇത് ദൈവത്തിൽ നിന്ന് കിട്ടുന്നതാ. ബലവും ധൈര്യവും മനുഷ്യനുള്ളതല്ല. ഒരു വയറിളക്കമുണ്ടായാൽ, ഒരു ഡിസെൻട്രി ഉണ്ടായാൽ, ശരീരത്തിൽ ജലാംശം നഷ്ടപ്പെട്ടു പോയാൽ മനുഷ്യന് പിന്നെ ഫ്ലൂയിഡ് ഇട്ടാൽ, ട്രിപ്പ് ഇട്ടാൽ മാത്രമേ അവന് എണീക്കാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് അത് ദൈവം തരുന്നതാണ്. പലരും പറയുന്നുണ്ട്, ഇത് എൻ്റെതാണ്, എൻ്റെ ധൈര്യമാണ്, എൻ്റെ ബലമാണ് എന്നൊക്കെയും പറയും. ബലവും ധൈര്യവും യഹോവയുടേതാണ്. അങ്ങനെ ഉള്ളവരായിരിപ്പിൻ എന്ന് പറയുന്നത് യഹോവയുടെ കൃപയാണ്, ദാനമാണ്. അവരെ പേടിക്കരുത്, നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്റെ കൂടെ പോരുന്നു. അവൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യമുള്ളവരായിരിപ്പിൻ, യഹോവയുടെ സന്നിധിയിലായിരിപ്പിൻ. പ്രിയപ്പെട്ട ജനമേ, നിങ്ങൾ എന്ത് ചെയ്യരുത്? മാനസികമായി തകർന്നു പോകരുത്. ഇന്ന് മാനസികമായി തകർന്നു പോകുന്ന അനേകർ, വിദ്യാഭ്യാസത്തിൽ കുഞ്ഞുങ്ങൾ 10ാം ക്ലാസ്സിലെ ഒരു വിഷയം പോയാൽ ആത്മഹത്യ ചെയ്യുന്നു. അതുപോലെ അപ്പനും അമ്മയും വഴക്ക് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്നു. അതുപോലെ കഞ്ചാവിന് പൈസ ചോദിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് ശരീരത്തെ അറുത്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നതായ വിഷയങ്ങളൊക്കെയും നമുക്ക് കാണാൻ സാധിക്കും. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. കർത്താവിൻ്റെ വചനം ഇന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തത്, ആ സ്ഥലത്ത് എത്തിയപ്പോൾ യേശു അവരോട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിക്കുവനെന്ന് പറഞ്ഞു. ലൂക്കോസ് 22 അധ്യായം 40 വാക്യം. എന്താണ് പരീക്ഷ? ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നവരെ പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന രീതിയാണ്, അല്ലെങ്കിൽ ഉപാധിയാണ് പരീക്ഷ. ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചതായി നാം വായിക്കുന്നു. കാരണം അദ്ദേഹത്തെ വിളിച്ചിറക്കിയപ്പോൾ ക്ഷാമമുണ്ടായ സ്ഥലത്തേക്കാണ് പോകേണ്ടി വന്നത്. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ മക്കളെ പരീക്ഷിച്ചതായും നാം വായിക്കുന്നു. നമുക്കറിയാമെന്നുള്ള കാര്യമാണ്. അവർക്ക് കാടയും മന്നയും വർഷിപ്പിച്ചു കൊടുത്തു.
അതുപോലെ പാറയിൽ നിന്ന്, തീക്കൽ പാറയിൽ നിന്ന് വെള്ളം കൊടുത്തു. അതുപോലെ രാത്രി അഗ്നിസ്തംഭവും പകൽ മേഘസ്തംഭവും കൊടുത്ത് അവരെ നടത്തിയിട്ടും അവർ പിറുപിറുത്തതായി, അവർ ദൈവത്തിൻ്റെ ശബദുകളെ അവർക്ക് അനുസരിപ്പാൻ കൊടുത്തപ്പോൾ, അവർ മാനുഷികമായ കാര്യങ്ങളിൽ ഓടി നടന്നപ്പോൾ, അതിനെല്ലാം ദൈവത്തെ ആരാധിക്കുന്നതെല്ലാം അവർ മറന്നുപോയത് നിമിത്തം അവരെ പരീക്ഷയിൽ തോറ്റുപോയതായി കാണാൻ സാധിക്കുന്നു. ഇസ്രായേൽ മക്കളെ പരീക്ഷിച്ചതായും നമ്മൾ കാണാൻ സാധിക്കും. ഇതിനർത്ഥം അവരുടെ വിശ്വാസം പരിശോധിച്ച് തന്നിലേക്ക് സഹായത്തിനായി തിരിയുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുവാൻ അവൻ അനുവദിച്ചു എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇയ്യോബ് ഈ വസ്തുതയെ വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു. ഇയ്യോബിന് മനസ്സിലായത് കഷ്ടത ഇവിടെ പിശാചിലൂടെ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവം അനുവദിച്ചത്, അവിടെ ഇയ്യോബ് തിരിഞ്ഞ് ദൈവത്തോട് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. ദൈവമേ, നീ അറിയാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ല. കാരണം ഞാൻ മരിച്ച് മണ്ണടിഞ്ഞ് ഈ ലോകത്തുനിന്ന് പോയാൽ ഞാൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുന്നത് കാണുമെന്ന് വ്യക്തമാക്കി പറഞ്ഞ നമ്മുടെ കർത്താവിൻ്റെ ആശ്രയത്തിൽ ഇയ്യോബ് ആ വിശ്വാസത്തെ ഉറപ്പിച്ച് കാണിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ പരീക്ഷണത്തിൽ അകപ്പെടുമ്പോൾ നമ്മൾ ദൈവത്തോട് തിരിഞ്ഞു നിന്ന്, ദൈവമേ, ഈ പരീക്ഷയിൽ നിന്ന് വിജയിപ്പാൻ എന്നെ സഹായിക്കണമേ എന്നുള്ള വിളി കേൾക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. പരീക്ഷ എന്ന് പറയുന്നത് ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നവരെ പരിശോധിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇന്നും ദൈവം തൻ്റെ മക്കൾക്ക് പരീക്ഷകൾ അനുവദിക്കുന്നത് അവൻ്റെ സഹായം എന്ന് അറിയാനാണ്, അവൻ്റെ സഹായം അറിയുന്നതിലേക്ക് വേണ്ടിയാണ്. പരീക്ഷകൾ വരുമ്പോൾ അവർ അവൻ്റെ അടുക്കലേക്ക് നീങ്ങുകയാണെങ്കിൽ ആ പരീക്ഷ നേരിടാൻ അവൻ ശക്തി അവർ ദൈവം എന്ത് ചെയ്യുന്നു? അവർക്ക് വേണ്ടി കൊടുക്കുകയാണ്. നമ്മുടെ മേൽ പരീക്ഷകൾ വരും, യാതൊരു സംശയമില്ല. കാരണം നാം അവനാൽ നമ്മുടെ കൃപാകാലത്ത് പരിശോധിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് പരിശോധിക്കപ്പെടുവാനാണ് ഇത് ദൈവം തെളിയിക്കുന്നത്. നമ്മുടെ സ്വന്തം ഹൃദയങ്ങളെ വെളിപ്പെടുത്തുന്നതിൽ കൂടിയാണ് പരീക്ഷ ഉണ്ടാകുന്നത്, പാപമല്ല. എന്നാൽ പരീക്ഷയ്ക്ക് വഴങ്ങുമ്പോൾ പാപമുണ്ടാകുന്നു. പരീക്ഷയ്ക്ക് വഴങ്ങിക്കൊടുക്കുമ്പോൾ, ആ പരീക്ഷയിൽ വീണു പോകുമ്പോൾ ഉണ്ടാകുന്നതായി കാണാൻ സാധിക്കുന്നു. അപ്രകാരം പാപം ഉണ്ടാകാതിരിക്കാൻ ദൈവത്തോട് ആ സമയം വിളിച്ചപേക്ഷിച്ച്, ദൈവമേ, ഞാൻ ഈ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഞാൻ ഉണർന്നു പ്രാർത്ഥിക്കുന്നു, എന്നെ സഹായിക്കണമേ എന്ന് നിങ്ങൾ പറയണം. ക്രിസ്തുവിൻ്റെ മാതൃക നമ്മെ കാണിക്കുന്നത് നമുക്ക് വിജയിക്കുവാനുള്ള ഏകമാർഗം തുടർച്ചയായി സാത്താൻ്റെ ആക്രമണങ്ങളെ ചെറുത്തു നിൽക്കുക എന്നതാണ്. പരീക്ഷകളുമായുള്ള പോരാട്ടത്തിൽ ആത്മാവിൻ്റെ ശത്രുവിനെ ജയിച്ചവന് സാത്താൻ്റെ ജനത്തിന്മേലുള്ള സ്വാധീനം അറിയാവുന്നത് കൊണ്ട് നമുക്ക് വേണ്ടി അവൻ സാത്താനെ ജയിച്ചതായി കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. ഈ നാളുകളിൽ ഉറപ്പുള്ളവരായി തീരണം. കാരണം 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. എന്താണ്? ക്രയം ചെയ്തിരിക്കുന്നവരായി നമ്മളെ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? നമ്മളല്ല ദൈവത്തെ തിരഞ്ഞെടുത്തത്, അവൻ നമ്മളെ തിരഞ്ഞെടുത്തതാണ്. 5-6 വാക്യത്തിൽ പറയുന്നു, നിന്റെ ജീവിതകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോട് ഇരുന്നതുപോലെ നിന്റെ കൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യരെ കുറിച്ച് പറയുന്നു. പരീക്ഷയിൽ അകപ്പെടുമ്പോൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ദൈവം ഉത്തരം നൽകുന്നത്, നിന്റെ ജീവിതകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും ഒരു അദൃഷ്ട ശക്തികളും ഒരു പൈശാചിക ശക്തികളും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോട് ഇരുന്നത് പോലെ തന്നെ നിന്നോട് കൂടെയും ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക. എന്തുകൊണ്ടാണ് മോശയുടെ കാലത്തും അല്ലെങ്കിൽ യോശുവയുടെ കാലത്തും പ്രവാചകന്മാരുടെ കാലത്തും വിശ്വസ്തരായിരുന്നവരെ പോലെ ഈ നാളുകളിൽ മനുഷ്യർ വിശ്വസ്തരാകാതിരിക്കുന്നത്? അവരുടെ വിശ്വാസം വളരെ ക്ഷണികമായത് കൊണ്ടാണ്. പരീക്ഷയിൽ വീണ് പാപത്തിന് അടിമയായി പോകുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നവരായി തീരണം. നാം യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നവരായി തീരണം. സദൃശവാക്യങ്ങൾ 19-ാം അധ്യായം 16-ഉം 17-ഉം വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു. എങ്ങനെയാണ്? കൽപ്പന പ്രമാണിക്കുന്നവൻ പ്രാണനെ കാക്കുന്നു. കൽപ്പന പ്രമാണിക്കുന്നവൻ പ്രാണനെ കാക്കുന്നു. നടപ്പ് സൂക്ഷിക്കുന്നവനോ മരണശിക്ഷ അനുഭവിക്കയില്ല. പ്രിയപ്പെട്ടവരെ, നടപ്പ് സൂക്ഷിക്കുന്നവനോ മരണശിക്ഷ അനുഭവിക്കയില്ല. എളിയവനോട് കൃപ കാണിക്കുന്നവനോ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു.
എളിയവനോട് കൃപ കാണിക്കുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുകയാണ്. അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ എന്ത് ചെയ്യും? പ്രതിഫലം തരുന്ന ദൈവം അവൻ എന്ത് ചെയ്യും? പകരം കൊടുക്കും. ഹല്ലേലൂയ, സ്തോത്രം. അപ്രകാരം ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സഹായം ലഭിച്ചുകൊണ്ട് ശത്രുവിൻ്റെ പരീക്ഷണങ്ങളെ അതിജീവിപ്പാൻ യോഗ്യരായി മുമ്പോട്ട് പോകുവാൻ ദൈവജനമായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി നിങ്ങളെ സഹായിക്കട്ടെ. സദൃശവാക്യം 22 അധ്യായം 4-5 വാക്യം ഇങ്ങനെ പറയുന്നു. എന്താണ്? താഴ്മയ്ക്കും യഹോഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. ഇത് എഴുതി വെക്കണം പ്രിയപ്പെട്ടവരെ. താഴ്മയ്ക്കും യഹോഭക്തിക്കും ഉള്ള പ്രതിഫലം വേറെ ഒന്നുമല്ല, ധനവും മാനവും ജീവനുമാകുന്നു. എന്ന് പറഞ്ഞാൽ ധനവും മാനവും ജീവനും ലഭിക്കണമെങ്കിൽ 3 കാര്യം. ധനം, ആവശ്യത്തിനുള്ള ധനം ലഭിക്കണമെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്താണ്? യഹോഭക്തിക്കുള്ള പ്രതിഫലം മാനവും ലഭിക്കണമെങ്കിൽ, അതുപോലെ ജീവൻ ലഭിക്കണമെങ്കിൽ യഹോഭക്തി ഉള്ളവരായിരിക്കണം. യഹോഭക്തിക്കുള്ള പ്രതിഫലം എന്ന് പറയുന്നത് ഈ 3 കാര്യമാണ്. യഹോഭക്തിയുള്ള മനുഷ്യന് ആവശ്യമുള്ള ധനവും മാനവും ജീവനും ദൈവം കൊടുക്കും. ആഫ്രിക്കയിൽ ഡേവിഡ് ലിവിങ്സ്റ്റന്റെ ദേവാലയത്തിൽ പരിപൂർണമായ സമർപ്പണം ഉള്ളവരായി മിഷണറി സംഘത്തെ അവിടെ അവർ പറഞ്ഞയച്ചു. അഭിനന്ദിച്ച സംഘം അദ്ദേഹത്തിന് ഒരു കത്തെഴുതി. ഡേവിഡ് ലിവിങ്സ്റ്റണിന്, നിങ്ങളായിരിക്കുന്ന ഇടത്തേക്ക് ഞങ്ങളിൽ ഒരാളെ കൂടി നിങ്ങൾ സ്ഥലം കണ്ടുപിടിച്ചെങ്കിൽ ഞങ്ങൾക്ക് കുറേ പേരെ കൂടി കണ്ടെത്തണം. റോഡ് മാർഗം എങ്ങനെയാണ് എന്ന് അറിയിക്കാൻ പറഞ്ഞു ഡേവിഡ് ലിവിങ്സ്റ്റണിനോട്. ആഫ്രിക്കയിലെ ദൈവവേലയിലായിരുന്ന അദ്ദേഹം ധൈര്യപൂർണമായ സമർപ്പണത്തോട് മിഷണറി വേല ചെയ്ത മനുഷ്യനാണ്. അദ്ദേഹം എന്താണ് മറുപടി പറഞ്ഞത്? നല്ല വഴി ഉണ്ടെങ്കിലേ നിങ്ങൾ വരുമെങ്കിൽ എന്താണ്, അങ്ങനെയുള്ളവരെ എനിക്ക് വേണ്ട, റോഡ് ഇല്ലെങ്കിലും വരുന്നവരെ മാത്രം എനിക്ക് ആവശ്യമുള്ളൂ എന്ന് മറുപടി എഴുതി. പ്രിയപ്പെട്ടവരെ, ഈ വഴി ഇടുക്കം ഞെരുക്കമുള്ളതാണ്. ഇടുക്കുവാതിലിലൂടെ അകത്ത് കിടപ്പിൻ. ഒരിക്കൽ യേശു കർത്താവ് ധനവാനോട് സംസാരിച്ചതിന് ശേഷം പറഞ്ഞതുപോലെ, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല, അതുമാത്രമല്ല മദ്യപാനിയും സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. ഇവിടെ സമ്പന്നനെ കുറിച്ച് പറയുന്നു. സമ്പത്ത്, അവൻ്റെ ഹൃദയം സമ്പത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ്, അങ്ങനെ ആയിരിക്കുന്നത് കൊണ്ടാണ്, ദൈവത്തെ മറന്നുകൊണ്ടാണ് പറയുന്നത്, അവൻ ഒട്ടകം സൂചിക്കഴയിലൂടെ കടക്കുന്നത് പോലെ ആയിരിക്കും അവൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതെന്ന്. അതുകൊണ്ട് ദൈവം നമുക്ക് തരുന്നതായി ഉറപ്പ്, പരീക്ഷണങ്ങളിൽ അതിജീവിപ്പാൻ തക്കവണ്ണം ഉറപ്പും ധൈര്യമുള്ളവരായി തീർന്നുകൊണ്ട് മുന്നോട്ട് പോകണം. സങ്കീർത്തനം 27 അധ്യായം 3-4 വാക്യം ഇങ്ങനെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല, എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. അവിടെ സങ്കീർത്തനങ്ങൾ 91 അധ്യായത്തിൽ പറയുന്നത്, നിൻ്റെ വശത്ത് 1000 പേരും നിൻ്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ചിന്തിച്ചു പോവുകയാണ്. നിൻ്റെ വശത്ത് 1000 പേരും നിൻ്റെ വലതുവശത്ത് 10,000 പേരും വീഴും. അപ്പോൾ 1000, 10,000, 10,000 ദുഷ്ടപിശാച് വരികയാണെങ്കിൽ ഞാൻ ഓർത്തുപോയത് ലക്യുവൻ ബാധിച്ചതായ മനുഷ്യനെയാണ്. നാം അക്കരയ്ക്ക് പോക എന്ന് യേശു പറയുകയാണ്. ശിഷ്യന്മാർക്കൊന്നും പിടികിട്ടിയില്ല. അവർ പടകുകൾ എടുത്തുകൊണ്ട് അവർ ഇറങ്ങിപ്പോയി ശിഷ്യന്മാരുമായി. മറ്റു പടകുകളും ഉണ്ടായിരുന്നു, അവരെയൊന്നും യേശു ശ്രദ്ധിച്ചില്ല. അല്പദൂരം പോയപ്പോൾ കാറ്റും തിരമാലയും കൊണ്ട് പടക് മുങ്ങാറായി. ശിഷ്യന്മാർ ഉറക്കെ വിളിച്ചു, നാഥ, ഞങ്ങൾ മരിക്കുന്നതിൽ നിനക്ക് പ്രയാസമില്ലേ? ഞങ്ങൾ ചത്തുപോകും എന്ന് ഉറക്കെ വിളിച്ചു. യേശു അമരത്തിൽ തലവെച്ച് ഉറങ്ങുകയായിരുന്നു. യേശു എഴുന്നേറ്റ്, നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ ചോദ്യം ആവർത്തിക്കപ്പെടുകയാണ്. യേശു നമ്മളോട് സംസാരിക്കുന്നത്, നിങ്ങളുടെ വിശ്വാസം എവിടെ? നിങ്ങളെ പേർ ചൊല്ലി വിളിച്ചവരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ, നിങ്ങൾ റമനൻ്റെ സഭയുടെ അംഗമാണെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അതിനെ അശുദ്ധമാക്കാതെ യേശുവിൻ്റെ സാക്ഷ്യത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിശ്വാസം എവിടെ? നിങ്ങളെവിടെയാ പതറിപ്പോകുന്നത്? നിങ്ങൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ. ഇപ്രകാരമാണ് നമ്മുടെ ജീവിതം എന്ന് മനസ്സിലാക്കണം. യേശു ആ കാറ്റിനെയും കടലിനെയും നോക്കി കൈ ഉയർത്തി ശാന്തമാകാൻ കൽപ്പിച്ചപ്പോൾ അതനുസരിച്ചു. അവരെല്ലാവരും ഭയപരവശരായി മാറി. അതിനുശേഷം ലഗ്യോൻ ബാധിച്ചതായ മനുഷ്യൻ്റെ അടുക്കിലേക്ക് ആ പടക് എത്തിച്ചേരുകയാണ്. ആ മനുഷ്യൻ കല്ലറകളിലും അതുപോലെ തന്നെ ഇരുട്ടിലും പുൽപ്പടർപ്പിലുമെല്ലാം അവൻ പാർത്തിരുന്നു. വസ്ത്രമെടുക്കാതെ സുബോധമില്ലാത്തവനായി
അവൻ അങ്ങനെ ആയിരുന്ന മനുഷ്യൻ്റെ പ്രാർത്ഥന എപ്പോഴെങ്കിലും ദൈവം അവനെ സൗഖ്യപ്പെടുത്തുവാൻ അവൻ്റെ പ്രാർത്ഥന നിലവിളി കേട്ടിരിക്കാം. യേശു അവരോട് പറഞ്ഞത് അക്കരയ്ക്ക് പോക എന്ന. ഈ ഒരു മനുഷ്യനെ സൗഖ്യമാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതായ ദൈവം അവൻ്റെ അടുക്കലേക്ക് എത്തി. അവൻ വലിയൊരു പാറക്കല്ലുമായി ഓടിയെത്തി. ഇങ്ങനെ അവനിലുള്ള പിശാച് പറഞ്ഞു, ദാവീദ് പുത്ര, എന്നെ സമയത്തിന് മുമ്പേ എന്ത് ചെയ്യരുതേ, എന്നെ മാറ്റിക്കളയരുതേ, എന്നെ ഉപദ്രവിക്കരുതേ എന്ന് പറഞ്ഞു. നിന്റെ പേരെന്തെന്ന് യേശു ചോദിച്ചപ്പോൾ ലെഗ്യോൻ, ആയിരക്കണക്കിന് സാത്താൻ പിശാച് ആവസിച്ചിരുന്ന ശരീരമായിരുന്നു അത്. പന്നിക്കൂട്ടത്തിലേക്ക് പറഞ്ഞയക്കുവാൻ യേശു കൽപ്പിച്ചു. കൊടുന്തൂക്കോടെ ആ പന്നിക്കൂട്ടങ്ങൾ 2000-ലധികം പന്നിക്കൂട്ടങ്ങൾ ചത്തുപോയി. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ടതായ കാര്യം, ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ പരിശുദ്ധനായ ദൈവം നമ്മുടെ പരീക്ഷണങ്ങളെ അതിജീവിപ്പാൻ നമുക്ക് ശക്തി തരുന്ന ദൈവമാണ്. അല്പം കഴിഞ്ഞപ്പോൾ വസ്ത്രമുടുത്തവനായും സുബോധമുള്ളവനായും 2 കാര്യങ്ങൾ മനുഷ്യന് ലഭിക്കുക. ദൈവം തൊടുമ്പോൾ അത് വലിയൊരു അത്ഭുതമാണ്. ഒന്ന്, അവന് സുബോധമുള്ളവനായിത്തീരുന്നു. ദൈവത്തെ കാണുമ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, ദൈവം അവന് ദാനം നൽകുമ്പോൾ, ഒന്ന് സുബോധമുള്ളവനായി, 2 അവൻ വസ്ത്രമുടുത്തവനായി കാണുന്നതായി സാധിക്കുന്നു. അവൻ യേശുവിനോട് ചോദിക്കുന്നു പകരമായി, ഗുരു അല്ലെങ്കിൽ കർത്താവേ, നീ എവിടെ പോയാലും നിന്നെ അനുഗമിക്കാൻ എന്നെ അനുവദിക്കണമേ. ഇന്ന് ആരെങ്കിലും പറയുമോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ അനുഗ്രഹം, നമുക്കൊരു ഭവനം കിട്ടിയതിന്, പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവൻ രക്ഷപ്പെട്ടതിന്, നമ്മൾക്ക് വലിയ രോഗങ്ങൾ മാറിയതിന് ശേഷം കർത്താവെ ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറയുന്നവരാരെങ്കിലും ഉണ്ടോ? നന്ദി എന്ന് പറയും, മഹത്വം പറയാറില്ല, സ്തോത്രം പറയാറില്ല, സ്തുതി പറയാറില്ല. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യനോട് യേശു പറയുന്നത്, ആദ്യം നിനക്ക് ദൈവം ചെയ്ത നന്മയെ നിന്റെ ഭവനത്തിൽ അറിയിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുന്നത് പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഏതൊരു മനുഷ്യരുടെ അടുക്കലേക്കും കർത്താവ് യേശു ക്രിസ്തു കടന്നു വരുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. പ്രിയപ്പെട്ടവരെ, 84-ാം സങ്കീർത്തനം അവിടെ വ്യക്തമായി നമുക്കൊരു കാര്യം മനസ്സിലാക്കി തരുന്നു. എന്താണത്? കുരികിൽ ഒരു വീടും മീവൽ പക്ഷി തൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. അവിടെ യഹോവയുടെ ആലയത്തിലെ പ്രാകാരങ്ങളെ തന്നെ നിങ്ങൾക്കറിയാമോ, കാശിന് 2 കുരികിൽ വിൽക്കുന്നു. 2 കാശിന് 4 കുരികിൽ കിട്ടും. ചിലപ്പോൾ കച്ചവടക്കാരൻ കച്ചവടം സ്വാധീനിക്കാൻ വേണ്ടി ഒരു കുരികിൽ കൂടെ കൊടുക്കും. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ചിലപ്പോൾ ആ കുരുകിലിൻ്റെ ചിറക് മോശമായിരിക്കും, അല്ലെങ്കിൽ ഒടിഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ ജന്മനാൽ ചെറുതായിരിക്കും, കാലില്ലാത്തതായിരിക്കും. അത് എന്ത് ചെയ്യും? 5 എന്ന് പറഞ്ഞു കൊടുക്കും. എന്നാൽ യാഗസ്ഥലത്ത് കൊണ്ടുപോകുമ്പോൾ ആ കുരുകിലിനെ അവർ വിട്ടുകളയും. ആ കുരുകിലുകൾ നേരെ പോകുന്നത് യഹോവയുടെ യെരൂശലേമിലെ ആലയത്തിലാണ്. ആ പ്രാകാരത്തിൽ അത് വസിക്കുവാൻ ഇടയാകുന്നു. പ്രിയപ്പെട്ടവരെ, കുരുകിൽ ഒരു വീടും മീവൽ പക്ഷി തൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു വീടും കണ്ടെത്തിയിരിക്കുന്നു. യഹോവയായ രാജാവിൻ്റെ പ്രാകാരങ്ങളിൽ തന്നെ. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ ദിവസം മറ്റനേകം ദിവസങ്ങളെക്കാൾ ഭാഗ്യമാണ്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യരെ നിങ്ങളോട് പറയുവാൻ, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യം, യഹോവയുടെ ആലയത്തിൽ നമ്മൾ പാർക്കുന്നത് ഏറ്റവും അനുഗ്രഹപ്രദമായ സമയമാണ്. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ ഏത് സമയവും പ്രാർത്ഥിക്കാം. വാഹനം ഓടിക്കുമ്പോഴും, അല്ലെങ്കിൽ വാഹനത്തിലിരിക്കുമ്പോഴും, കൃഷി ചെയ്യുമ്പോഴും ഒക്കെയും പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ, ഒരേ ഒരു പ്രത്യാശ ഞാൻ ആദ്യ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു. ജലപ്രളയത്തിന് ശേഷം കാക്കയെ വിട്ടതിന് ശേഷം പ്രാവിന് വിട്ട് അത് എന്ത് ചെയ്യുന്നു? ഒലിവല പറിച്ചു കൊണ്ടുവരുന്നു. ആ കൊണ്ടുവന്നപ്പോഴുള്ള ആ കുടുംബത്തിൻ്റെ പ്രത്യാശ ഏറ്റവും വലുതായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരാൾക്ക് ധനം നഷ്ടമായാൽ ധാരാളം നഷ്ടമുണ്ടാകുന്നു. ഒരാൾക്ക് ധനം നഷ്ടമായാൽ ധാരാളം നഷ്ടമുണ്ടാകുന്നു. കൂട്ടുകാർ നഷ്ടപ്പെട്ടു പോയാൽ അത് നഷ്ടം വലുതാണ്. അതുപോലെ ധൈര്യം നഷ്ടപ്പെടുന്നവർക്ക് എല്ലാം നഷ്ടമാകുന്നു. ധൈര്യം ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട, ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ. മറ്റു രോഗങ്ങൾക്ക് ചികിത്സിക്കുന്നതിനേക്കാൾ ഇന്ന് മാനസിക രോഗത്തിനും മാനസികമായ കൗൺസിലിങ്ങിനും ആളുകൾ പെരുകിക്കൊണ്ടിരിക്കുക.
ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, മനുഷ്യൻ സ്വസ്ഥതയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഒരു കാലഘട്ടം വരും. ഇതാ വന്നിരിക്കുകയാണ്. പനിക്കും ചുമയ്ക്കും വയറിളക്കത്തിനും ജലദോഷത്തിനും അതുപോലെ മറ്റ് രോഗങ്ങൾക്കും കാളും മാനസികമായ രോഗങ്ങൾ ഇന്ന് മനുഷ്യന് വർദ്ധിച്ചു വരുന്നു. മനുഷ്യന് സമാധാനമില്ലാതിരിക്കുന്നു. മനുഷ്യൻ പരീക്ഷയിൽ അകപ്പെട്ട് പാപികളായി തീരുന്നു. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കാതെ അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട്, ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട്, അതിന് പകരം മനുഷ്യൻ അന്ധവിശ്വാസത്തിൽ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്ന പ്രാകൃതമായ ആരാധനകളും വിഗ്രഹാരാധനകളും നരബലികളും അതുപോലെയുള്ള ആരാധനകളും വർദ്ധിച്ചു വരികയാണ്. മനുഷ്യൻ അന്ധവിശ്വാസികളായി തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. പരീക്ഷ സഹിക്കാൻ വയ്യ. പാസ്റ്റർ, ഞാൻ പൈസ കൊടുത്തേക്കാം, പ്രാർത്ഥിക്കണേ. പാസ്റ്റർ, ഞാൻ ദശാംശം കൊടുത്തേക്കാം, പ്രാർത്ഥിക്കണം കേട്ടോ. ദൈവാലയത്തിൽ വരാൻ സമയമില്ല, 1 മിനിറ്റ് പ്രാർത്ഥിക്കാൻ സമയമില്ല. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ദൈവത്തെ കുറച്ചാൽ നിങ്ങൾ ഒന്നുമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവമില്ല എങ്കിൽ ശൂന്യമാണ്, ഒരു ഫലവുമില്ല. ഉദാഹരണം, ദാനിയേലും അതുപോലെ 3 എബ്രായ ബാലന്മാരും ബാബിലോണിൽ സത്യദൈവത്തെ വെളിപ്പെടുത്തിയത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതാണ്. അവർക്ക് ദൈവം അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു. അവർ ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. ആയതുകൊണ്ട് ഇന്ന് ഒരു തീരുമാനമെടുക്കാമോ? എൻ്റെ ദൈവമേ, എനിക്ക് ഉണ്ടാകുന്ന പരീക്ഷയിൽ നിന്നെ തള്ളിപ്പറയാതെ നിന്നിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ബലത്തോടെ ധൈര്യത്തോടെ ഞാൻ നിൽക്കുമെന്ന്, പ്രത്യേകിച്ച് എതിർപ്പുകളെ വകവയ്ക്കാതെ നെഹമ്യാവും മതിൽ പണിതതുപോലെ ഹാമാന്റെ ദുഷ്ടലക്ഷ്യത്തിൽ നിന്ന് എസ്തർ രാജ്ഞി അവിടെ ആ സമൂഹത്തെ രക്ഷപ്പെടുത്തിയതുപോലെ, പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് അപ്രകാരം ഒരു നല്ലൊരു തീരുമാനമെടുക്കാം. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. 34-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ, എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ. അപ്രകാരമായിരിക്കാൻ നിങ്ങൾ ശ്രമിക്കാമോ? നമ്മുടെ ജീവിതത്തിൽ പല രീതിയിൽ പ്രതിസന്ധി വരും. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മക്കളെ ഓർത്തുള്ളതായ പ്രാർത്ഥന. നമ്മുടെ മക്കൾ ദൈവത്താൽ ഭയമുള്ളവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരും ആയിത്തീരുവാൻ നമ്മൾ ഏറ്റവും ശ്രമിക്കേണ്ടതാണ്. അവരുടെ മേലുള്ള പരീക്ഷണങ്ങൾ അനവധിയാണ്. ഈ ലോകം ദുഷ്ടതയുടെ ലോകമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാലും വളരെ ശ്രദ്ധിക്കേണ്ട ലോകമാണ്. അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുവാൻ സാത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, അതുപോലെ പല രീതിയിലുള്ള ഒറ്റയ്ക്ക് ജീവിക്കുന്നവരുടെ ജീവിതത്തിലായാലും ഏത് ജീവിതത്തിലായാലും പരീക്ഷ വളരെയധികം ഏറി വരുന്ന കാലഘട്ടം. ദൈവത്തോട് ചേർന്നിരിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കും. കർത്താവ് പറയുന്ന ഇതാണ്, പരീക്ഷ വരുമ്പോൾ നീ എന്നിലേക്ക് തിരിഞ്ഞ് എന്നോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് ധൈര്യവും ബലവും തരും. അതുകൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കും. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഇതുവരെയും അവിടുത്തെ വലിയ മഹത്വം പ്രിയ മക്കളുമേലും ഞങ്ങളുമേലും ഉണ്ടായിരുന്നതിനായി സ്തോത്രം. അവിടുത്തെ ശക്തിയും ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ. പരീക്ഷകൾ അതിജീവിപ്പാൻ തക്കണം ബലം നൽകണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവം നമ്മളെ ഏവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.